ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് മാസമായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട്. എന്നും വിചാരിക്കും ഇന്ന് യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇന്നിടണം, എന്തായാലും ഇന്നിടണം, എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു വീഡിയോ എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്യണം എന്നെല്ലാം കരുതും. പക്ഷേ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം ഇരിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു മടിയും എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സാണ് മൊത്തം. അപ്പോൾ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കും. എത്ര മാറ്റാൻ ശ്രമിച്ചാലും പറ്റാറില്ല. അപ്പോൾ അങ്ങനെയെല്ലാം അതെല്ലാം മാറ്റിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കും തോറും എന്തോ നടക്കാറില്ല. അപ്പോൾ ഇന്ന് അതെല്ലാം മാറ്റി വെച്ച് ഒരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതെല്ലാം കുഞ്ഞുവാവയെ കൊണ്ടുള്ള നൂലുകെട്ടിൻ്റെ വീഡിയോസും എല്ലാം എടുക്കണം, ഇടണം, നിങ്ങളെല്ലാം കാണിക്കണം എന്നൊക്കെ കരുതിയിട്ട് അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കാതെ പോയി. അപ്പോൾ അതിലെല്ലാം ഒരുപാട് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞുവാവയെ കുളിപ്പിക്കുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും എന്നെപ്പോലെ തന്നെ എല്ലാ അമ്മമാർക്കും ഭയങ്കര അതിയായ ഒരു ആഗ്രഹമായിരിക്കും കുഞ്ഞുവാവയെ നമുക്ക് തന്നെ കുളിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്, ഒരുക്കി കൊടുക്കണം എന്ന് എല്ലാ അമ്മമാർക്കും ആഗ്രഹമുള്ളതായിരിക്കും. പക്ഷേ നമ്മുടെ മുതിർന്ന അമ്മമാർ അതൊന്നും സമ്മതിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, കുഞ്ഞുവാവയ്ക്ക് വയ്യാതാവും, അപ്പോൾ അതൊന്നും കൊണ്ട് അവർ നമ്മളെ സമ്മതിക്കാറില്ല. പക്ഷേ ഇത് കുഞ്ഞുവാവ രണ്ടാമത്തെ കുഞ്ഞുവാവയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പരിചയം കൊണ്ടാവാം ഞാൻ കൂടുതലും ഉത്സാഹം കാട്ടി കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ സമ്മതം വാങ്ങിച്ചെടുത്തു. അപ്പോൾ ഇന്ന് നമ്മുടെ സൂര്യക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണിത്. അപ്പോൾ അവന് നമ്മളിവിടെ ദേഹത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് നാൽപ്പാമരാതി ഓയിലെന്ന് പറഞ്ഞ ഒരു എണ്ണയാണ്. അത് അങ്ങാടിക്കടയിലും എല്ലാം മിക്ക കടകളിലും ഷോപ്പിലും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തണുത്ത വെള്ളത്തിനൊന്ന് തണുപ്പ് മാറ്റിയെടുത്ത് ആണ് അവനെ കുളിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വിറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കും. എടുത്തതിന് ശേഷം കുറച്ച് മാത്രം ലോഷൻ ദേഹത്ത് തേക്കും കേട്ടോ. വേറെ ഒരു ക്രീമും യൂസ് ചെയ്യാറില്ല. അത് മാത്രം കുറച്ച് ദേഹത്ത് തേക്കും. എന്നിട്ട് ഞാൻ പൗഡറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പുരികം എഴുതി കൊടുക്കും, ഒരു കുഞ്ഞ് പൊട്ടും തൊട്ട് കൊടുക്കും. അവിടെ മാത്രം നമ്മൾ പൗഡർ സ്പ്രെഡ് ചെയ്യും കേട്ടോ. അല്ലാതെ വേറെ വലുതായിട്ട് മുഖത്തൊന്നും പൗഡറൊന്നും ഇട്ട് കൊടുക്കാറില്ല. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ, അപ്പോൾ അതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല.